ഹലോ എവ്രി വൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കുന്നത് നല്ലൊരു ഡെസേർട്ടാണത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ 2 കപ്പ് പാലെടുക്കണം. പച്ചപ്പാലാണ്, കാച്ചാത്തത്. 250 ml കപ്പാണ്. ഇനി വേറൊരു ചെറിയ ബൗളിൽ ഒരു അര കപ്പ് പാലൊഴിക്കുക. അതിലേക്ക് കസ്റ്റർഡ് പൗഡർ ചേർക്കണം. ഞാനിവിടെ ബ്രൗൺ ആൻഡ് പോൾസൻ്റെ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കുക. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആക്കണം. കട്ടകൾ ഒട്ടും പാടില്ല. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച പാലിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കാം. കസ്റ്റർഡ് ഉണ്ടാക്കാൻ നമ്മൾ പാട മാറ്റിയ പാൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കട്ടിപ്പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പാലൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ചുരുക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ കൂടുതലും ഇടാട്ടുള്ളൂ. ഇനി പാലൊന്ന് ഒരു മിനിറ്റ് വരെ ഈ ചെറിയ തീയിൽ തന്നെ ചൂടാവട്ടെ. എന്നിട്ട് ഈ കസ്റ്റേർഡിനെ നമ്മൾ പാലിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതുപോലെ ഇളക്കിക്കൊണ്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് തിക്കാകും. 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം ഓഫ് ചെയ്യുക ഗ്യാസ്. ഒരുവിധം തിക്കായാൽ മതി. നല്ല തിക്കൊന്നും ആകണ്ട, അത് ഇരുന്ന് കൊണ്ട് ഒന്നും കൂടെ കൊഴുക്കും. ഇനി ഈ പാലിനെ നമ്മളൊന്ന് ആറാൻ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലൊക്കെ പാട ചൂടും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ പാൽ ആറുന്ന സമയം കൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കണം. ഞാൻ മാങ്ങാപ്പഴം, ആപ്പിൾ, പഴം, ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. മുന്തിരിങ്ങ, കറുത്തതും പച്ചയും, ഇതെല്ലാമാണ് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. തണ്ണിമത്തൻ അങ്ങനത്തെ ഒന്നും ഇടണ്ടാട്ടുള്ളൂ. അതുപോലെ ആപ്പിളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ മുറിച്ച് വെച്ചാൽ ആപ്പിളിൻ്റെ കളറൊക്കെ മാറും. ഈ ഫ്രൂട്ട്സ് എല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കണം. പൈനാപ്പിളൊന്നും ഇതിൽ ചേർക്കണ്ട, അത് ചിലപ്പോൾ അത് ഒരു കയ്പ്പ് രസം വരും. അതുപോലെ പഴം, ചെറുപഴമായാലും നേന്ത്രപ്പഴമായാലും കുറച്ച് ചേർത്താൽ മതി. ബാക്കി ഫ്രൂട്ട്സൊക്കെ നന്നായി ചേർത്തിക്കോളൂ. ഇതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായി തണുത്ത ശേഷം സെർവ് ചെയ്യാം നമുക്ക്. ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ നന്നായിരിക്കുക. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മളിത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ വരുമ്പോൾ സെർവ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ.